കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനമെടുക്കുമ്പോൾ അതിനകത്ത് ജനാധിപത്യ രീതിയിൽ എല്ലാവരുടെയും അഭിപ്രായം, പാർട്ടിയിലെ നേതാക്കളുടെ അതല്ലാത്തവരുടെ ഒക്കെ അഭിപ്രായം ഹൈക്കമാൻഡ് എടുക്കും. അപ്പൊ സ്വാഭാവികമായും മുൻകാലങ്ങളിൽ ഇതേ സമയം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന ബഹളമാണ്. അപ്പോൾ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം. എല്ലാ വിഭാഗം നേതാക്കളുമായിട്ട് അവരാലോചിക്കുക, അവരത് അഭിപ്രായം തേടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും. 8-9 ദിവസം മുമ്പുണ്ടായിട്ടില്ലേ? ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ബഹളത്തിനപ്പുറത്ത് ഹൈക്കമാൻഡിന് അറിയാൻ കൃത്യമായ ഉചിതമായ സമയത്ത് അവർ തീരുമാനം പ്രഖ്യാപിക്കും. എനിക്കറിയില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ അറിയില്ല. എനിക്കറിയില്ല. ഞങ്ങളൊക്കെ MLA-മാരല്ലേ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. കോൺഗ്രസ് നേതൃത്വം ശക്തമായ തീരുമാനം ഉചിതമായ സമയത്ത് എടുക്കും. ബാക്കിയെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന ബഹളത്തിന് അപ്പുറത്തൊന്നുമില്ല. നിങ്ങൾക്കറിയാലോ, മുമ്പൊക്കെ തീരുമാനം എടുക്കുന്നവരെ നിങ്ങൾ ബഹളം വെക്കാറുണ്ട്. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് പറയും. അതുപോലെ ഇതും നല്ല തീരുമാനം എടുക്കും. നേതാക്കൾ വർക്കിംഗ് പ്രസിഡന്റുമാരായ UP അനിൽകുമാറും PC വിഷ്ണുനാഥും 10 ജൻപഥിൽ നടക്കുന്ന നിർണായക യോഗത്തിലേക്ക് പോവുകയാണ്. വർക്കിംഗ് പ്രസിഡന്റുമാരെ, മുൻ KPCC അധ്യക്ഷന്മാരെ, ഒപ്പം അച്ചടക്ക സമിതി അധ്യക്ഷനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ, ഇവരെയാണ് ഇന്നത്തെ നിർണായകമായ യോഗത്തിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ ഇവരുടെ കൂടി അഭിപ്രായം കേട്ട ശേഷമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുന്നത്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന സുപ്രധാന തീരുമാനത്തിനായിട്ടാണ്. ആ തീരുമാനത്തിന് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗത്തിന് പോവുകയായിരുന്നു നേതാക്കൾ. പഴിയെല്ലാം മാധ്യമങ്ങൾക്കാണ്. സാരമില്ല, അത് മാധ്യമങ്ങൾക്ക് കേട്ട് ശീലമുള്ള പഴിയാണ്. പക്ഷേ ഈ വിവാദങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതായത് അവർക്ക് ഇഷ്ടമുള്ള സമയമെടുത്ത് പതുക്കെ സാവധാനം പോലെ ഒരു തിരക്കും ഇല്ലാതെ തീരുമാനമെടുക്കുന്നത് വരെ മാധ്യമങ്ങൾ അതേക്കുറിച്ച് ഇങ്ങനെ വിവാദം ഉണ്ടാക്കരുത് എന്നതാണ് പറയുന്നത്. വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, നമ്മൾ ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നം ഒഴിച്ചാൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. വളരെ സമാധാനപൂർവ്വം ഒരുപാട് ചർച്ചയൊക്കെ ചെയ്ത് തീരുമാനം എടുത്താൽ മതി. ഇന്നിപ്പോൾ 8 ദിവസം കഴിഞ്ഞ് ഇന്ന് 9ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ഇത്ര ധൃതി എന്നത് തന്നെയാണല്ലേ നേതാക്കളുടെ ടോൺ? അതായത് കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഒട്ടും വൈകിയിട്ടില്ല എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന അനാവശ്യ വിവാദമാണ്. കാരണം ഇപ്പോൾ MLA-മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടെന്ന് ലീഗ് നേതാവ് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അത്തരം ഒരു പ്രചരണമില്ല, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യമില്ല. തങ്ങളൊക്കെ MLA-മാരാണ്, തങ്ങളൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു AP അനിൽകുമാർ ചോദിച്ചത്. വിഷ്ണുനാഥും പറഞ്ഞത് ഇതിൽ പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടുന്നത്. പാർട്ടി എടുക്കുന്ന തീരുമാനം എന്തായാലും അതിനൊപ്പം നിൽക്കും. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ പാർട്ടി എന്തുദ്ദേശത്തിലാണ് തങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്ന് പരസ്യമായി പറയാൻ തങ്ങൾ തയ്യാറല്ല. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിയുടെ തീരുമാനം അത് അന്തിമമായിരിക്കുകയും ചെയ്യും. അത് എല്ലാ നേതാക്കളും സ്വീകരിക്കുമെന്ന് കൂടിയുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് നേതാക്കൾക്കുമുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ നടക്കുന്ന യോഗം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. ഇതിനോടകം തന്നെ ദേശീയ തലത്തിൽ ഉൾപ്പെടെ ഈ വിഷയത്തിൽ കോൺഗ്രസ് ചീത്തപ്പേര് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ചെയ്ത ജനങ്ങൾക്കും അതിലേറെ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത് വൈകിയാൽ പാർട്ടിക്കും മുന്നണിക്കും വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെ കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് അതിവേഗം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ അവസാന ചർച്ചയാണ്. ഒരു പക്ഷേ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് കോൺഗ്രസിനുള്ളിലെ അവസാന ചർച്ചയായിരിക്കും. അതിനുശേഷം സ്വാഭാവികമായും ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. നേരെ മറിച്ച് ഇനിയും നീണ്ടു പോവുകയാണെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസ് പലരോടും ഉത്തരം പറയേണ്ടി വരും. അതിൽ ആദ്യത്തേത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോടാണ്, രാപ്പകലില്ലാതെ അധ്വാനിച്ച പ്രവർത്തകരോടാണ്, കൂടാതെ മുന്നും പിൻ നോക്കാതെ മുൻധാരണകളില്ലാതെ കോൺഗ്രസിനെ പിന്തുണച്ച ഘടകകക്ഷികളോടാണ്. അപ്പോൾ ഇവരോടെല്ലാം മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യം കോൺഗ്രസിന് രാജ്യത്തും സംസ്ഥാനത്തും ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എത്രയും പെട്ടെന്ന് ഇനി കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകാതെ, കൂടുതൽ തെരുവ് യുദ്ധങ്ങളിലേക്ക് പോകാതെ, കൂടുതൽ ഫ്ലക്സ് യുദ്ധത്തിലേക്ക് പോകാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേതാക്കൾ ആരും തന്നെ വിട്ടുപറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും വ്യക്തമായ നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ ഹൈക്കമാൻഡിനെ നേരിട്ട് ഒരിക്കൽ കൂടി അറിയിക്കുമെന്നാണ് ഇപ്പോഴും നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. ശ്രീജ.